ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് നിൽക്കാൻ തന്ന കൃപയ്ക്കായിട്ട് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ദു. ഇതിൻ്റെ മകളാണ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാനൊരു മാർത്തോമാ സഭാംഗമാണ്. 2025 ജൂലൈ 12 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. യൂട്യൂബിലൂടെയാണ് ഞാൻ ഉടമ്പടി അറിയുന്നത്. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ മകൾ വിദേശത്തേക്ക് പോകുന്നതിനുള്ള സാക്ഷ്യത്തിനായിട്ടാണ് ഉടമ്പടി എടുത്തത്. അമ്മ അത് ഭംഗിയായിട്ട് അമ്മയുടെ സമയ ചുരുക്കത്തിൽ നടത്തി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് കാര്യം മോള് പറയും. രണ്ടാമതായിട്ട് മോളും ഞാനും കൂടെ ബാംഗ്ലൂർ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള എക്സാമിന് വേണ്ടി ബാംഗ്ലൂർ എക്സാം നടത്താനായിട്ട് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം താമസിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഞങ്ങൾ PGയിൽ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ദിവസമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ 4 PGയിൽ പോയിട്ട് ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല. അവസാനം 5ാമത്തെ PGയിലോട്ട് പോകുന്നതിനായിട്ട് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞങ്ങളെ ഇവിടെ ആരും സഹായിക്കാനില്ല, ബാംഗ്ലൂരാണ്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലവുമാണ്, അമ്മ PG തന്നേ മതിയാവും, ഞങ്ങൾക്കൊരു റൂം തന്ന് സഹായിക്കണം. എക്സാം കഴിഞ്ഞ് രാത്രി 9:30 ആവും വരുമ്പോൾ. അത് രാത്രി സമയമാണ്. അമ്മ സഹായിക്കണം എന്ന് ഉടമ്പടി കാശ് രൂപത്തിൽ പിടിച്ച് വിശ്വാസത്തോടു കൂടി പറഞ്ഞു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, പെട്ടെന്ന് തന്നെ ആ PGയിലുള്ള ആൾ പറഞ്ഞു, ഒരു റൂം തരാമെന്ന് പറഞ്ഞു. അമ്മയുടെ ഒരു ഇടപെടൽ മാത്രം കൊണ്ടാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് എനിക്ക് ചെസ്റ്റ് പെയിൻ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഡോക്ടറെ കണ്ടപ്പോൾ ECG എടുക്കണം, എക്കോ ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ECG എടുത്ത് എക്കോ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ വാൽവിന് ലീക്കുണ്ടെന്ന്. ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം വീട്ടിൽ ചെന്ന് എല്ലാ ദിവസവും ഉപ്പ് കഴിക്കുകയും ഉടമ്പടി തൈലം പൂശുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ആ ഹാർട്ടിൻ്റെ ലീക്ക് മാറിയെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ ചെസ്റ്റ് പെയിനൊന്നും വരാറില്ല. അമ്മ മാതാവും ഈശോയും തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിന്നെ എൻ്റെ റൈറ്റ് ലെഗിന് ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തേയ്മാനം ഉണ്ട്, അത് കാരണം ഒരാഴ്ചത്തെ മെഡിസിൻ തരാം. ആ മെഡിസിൻ കഴിച്ചതിന് ശേഷം കുറവില്ലെങ്കിൽ മുട്ടിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പെയിൻ കില്ലർ ആയിരുന്നു തന്നത്. അതുകൊണ്ട് പെയിൻ കില്ലർ കഴിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ ആ മരുന്ന് അവിടെ വെച്ചതിന് ശേഷം വിശ്വാസ പ്രമാണം ചെല്ലുകയും ഉടമ്പടി തൈലം പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ കാലിൻ്റെ വേദന പരിപൂർണമായിട്ട് അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രം മാറ്റി തന്നു. അതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. 5ാമതായി ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മിക്കവാറും പാമ്പ് വരുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് തളിച്ചതിന് ശേഷം ഇന്ന് വരെ പാമ്പ് വന്നിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇത്രയും സാക്ഷ്യങ്ങൾ പറയാൻ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഈശോയുടെയും മാതാവിൻ്റെയും ഒരു പ്രത്യേക കൃപ കൊണ്ടാണ് ഇത്രയും സാക്ഷ്യം പറയാൻ കൃപ തന്നത്. ബാക്കിയുള്ളത് മോള് പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മേഹ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂലൈ 5, 2025. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ OET എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അയർലൻഡിന് 2 വർഷം എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസിന് വേണ്ടി കയറി. ഞാനൊരു നേഴ്സാണ്. 1 വർഷം കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് സ്റ്റാർട്ടൊക്കെ ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേറെയും തുടങ്ങാമെന്ന് വിചാരിച്ച് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. A1 പാസ്സായി. ഫ്രീ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ഞാൻ A1 പഠിച്ചു. A1 കിട്ടി. A2 പഠിച്ചു. A2 കിട്ടി. B1 പക്ഷേ അവർക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്ലൈനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഓൾറെഡി ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങും ഉണ്ട്. അപ്പോൾ എനിക്ക് റിസൈൻ വെച്ച് വരാനും പറ്റത്തില്ല. അതുകൊണ്ട് അത് നിർത്തി. ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് തന്നെ കണ്ടിന്യൂ ചെയ്ത് 1.5 വർഷമായിട്ടും എനിക്ക് അയർലൻഡിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലും ഒരു ഇൻ്റർവ്യൂസും കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയും വേറെ വല്ലതും നോക്കാം എന്നുള്ള ഇതിൽ ഗൾഫ് രാജ്യം നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏപ്രിൽ 2025
ഞാൻ ഏജൻസി കാണുകയും അവിടെ ഗൾഫിൽ പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഏപ്രിലായി, മെയ്, ജൂൺ ആയി, പക്ഷേ അവർ ഡേറ്റ ഫ്ലോ ഒന്നും സ്റ്റാർട്ടാക്കിയില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം സ്റ്റാർട്ടാക്കും എന്ന് പറയും. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂലൈ 5 കൃപാസനത്തിൽ വരും പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷേ അമ്മ ഉടമ്പടി എടുത്തിട്ടാണ് എന്നെ വിട്ടത്. ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഏജൻസിക്കാർ പറഞ്ഞു ഡേറ്റ ഫ്ലോ എല്ലാം സ്റ്റാർട്ടായി. ആ 1.5 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് പൊമെട്രിക് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ പൊമെട്രിക് എക്സാം എഴുതാൻ വേണ്ടി ഞാൻ അച്ഛനെ കാണാൻ, അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരികയും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുകയും അതോടൊപ്പം തന്നെ അച്ഛൻ ഒരു കശുരൂപ തരികയും ചെയ്യും. ഞാൻ അത് എപ്പോഴും ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് വെച്ചാണ് ഞാൻ എന്നിട്ട് ബാംഗ്ലൂരിൽ പോയി എക്സാം എഴുതിയത്. പൊമെട്രിക് എക്സാമിന് ആദ്യം ഞാൻ ക്രാഷ് കോഴ്സ് മാത്രമേ പഠിക്കാൻ പോയുള്ളൂ. ഞാൻ ഈ എക്സാം കയറുന്നതിന് മുന്നേ തൈലം പൂശുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്താണ്. അതുപോലെ ഞാൻ പോക്കറ്റിൽ ഉപ്പ് എൻ്റെ പോക്കറ്റ് ഇടുകയും, പക്ഷേ അവിടെ സ്കാനിങ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവർ നോക്കിയപ്പോൾ ഉപ്പൊന്നും കണ്ടില്ല. പക്ഷേ എനിക്ക് തൊടുമ്പം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഉപ്പ് അവിടെ തന്നെ ഉണ്ടെന്ന്. പക്ഷേ അവർക്കത് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. അവിടെയും കമ്പ്യൂട്ടറിൻ്റെ അവിടെയും തൈലം പൂശി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എക്സാം അറ്റൻഡ് ചെയ്തു. ഞാൻ പഠിച്ചതിൽ ആകെ എനിക്ക് 25 ക്വസ്റ്റ്യൻ അറിയത്തുള്ളായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ അമ്മ മാതാവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി. 2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് വരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി മാർക്ക് എനിക്ക് അമ്മ മാതാവ് തരികയും അത് കഴിഞ്ഞ് പൊമെട്രിക് എക്സാം റിസൾട്ട് എല്ലാം വന്ന് ഏജൻസിക്കാർ പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, കൊച്ചി വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്തുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു. എനിക്കറിയത്തില്ല, ടെൻഷൻ കൊണ്ടായിരിക്കും പോയത്. പക്ഷെ എനിക്കൊന്നും അവർ ചോദിച്ചതിൻ്റെ മറുപടി എനിക്കൊന്നും പറയാനും പറ്റിയില്ല. അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മ മാതാവി എന്താ ഇങ്ങനെ എനിക്ക് കിട്ടാത്തേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ഏജൻസിക്കാർ പറഞ്ഞു അടുത്തൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, അതും കൊച്ചി വെച്ചാണ്, ക്രൗൺ പ്ലാസയിൽ വെച്ചാണ് നടക്കുന്നതെന്ന്. അത് അപ്ലൈ ചെയ്തിട്ടെന്ന് ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്തോളം പറഞ്ഞു. ആ ഒരു ഹോസ്പിറ്റലിൽ വർഷത്തിൽ 1 പ്രാവശ്യം മാത്രം ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പം അവിടെ 5 ദിവസം ഇൻ്റർവ്യൂ ആണ്. അതിൽ ഒരു ദിവസം തന്നെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്ന 800 പേരാണ്. അപ്പം തന്നെ 5 ദിവസം തന്നെ കുറേ പേരുണ്ട്. അതിൽ അവർ കുറച്ച് പേരെയാണ് അവരെടുക്കുന്നത്. ഞാൻ അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് തന്ന ടൈം എന്ന് പറഞ്ഞാൽ 8 o'clock വരണമെന്നാണ്. ഞാൻ അതിന് മുന്നേ വന്നു. രാവിലെ വന്നപ്പം തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം അമ്മ മാതാവേ ഞാൻ ഇവരിലെല്ലാം എനിക്കൊരു കഴിവുമില്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അമ്മ മാതാവിനെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ എനിക്ക് പക്ഷേ ഇവരെല്ലാം കണ്ടിട്ട് പേടിയുണ്ട്, അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മാതാവ് എനിക്കൊരു സൈൻ തന്നു. എൻ്റെ അടുത്തിരുന്ന ഒരു കൊച്ചെന്നോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയുടെ പേരെന്താ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു മരിയ എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ. അത് കഴിഞ്ഞ് രാവിലെ വന്ന ഇൻ്റർവ്യൂ, പക്ഷേ ഉച്ചയായിട്ടും വൈകിട്ടായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിട്ട് ഇൻ്റർവ്യൂ ഇതായില്ല. പിന്നെ രാത്രി 11:30 എൻ്റെ ഇൻ്റർവ്യൂ ഇതായത്. ഇൻ്റർവ്യൂവിന് കയറുന്ന തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂവർ എന്തോ ചോദിച്ചു, ഞാൻ എന്തോ പറഞ്ഞു, എനിക്കറിയത്തില്ല എന്തോ ഞാൻ പറഞ്ഞതെന്ന്. ഞാൻ അപ്പോഴും മനസ്സിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അമ്മ മാതാവ് തരാനുള്ളതാണെങ്കിൽ തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ എനിക്ക് വരികയും ചെയ്തു. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത്രയും പേരിൽ ഒരു ദിവസം തന്നെ 800 പേരുണ്ട്. 5 ദിവസം അത്രയും പേരുണ്ടെങ്കിൽ കുറച്ച് പേരിൽ എനിക്ക് അമ്മ ഓഫർ ലെറ്റർ തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞ് ഓഫർ ലെറ്ററൊക്കെ വരികയും ചെയ്തു. അമ്മ മാതാവ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. മെഡിക്കൽ എടുത്തു. മെഡിക്കൽ എടുക്കുന്ന ദിവസം എനിക്ക് നല്ല പനിയും ചുമയും, എനിക്കത് നല്ല ശരീരവേദന എല്ലാം ആയിരുന്നു. പക്ഷേ അമ്മ മാതാവ് അവിടെ അമ്മ മാതാവ് പ്രവർത്തിച്ചു. അമ്മ മാതാവ് എനിക്ക് മെഡിക്കൽ പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വിസ വരികയും
വിസയെല്ലാം വന്നു. വിസയെല്ലാം വന്നു കഴിഞ്ഞ് ശേഷം 40 ദിവസമായിട്ട് എനിക്ക് ടിക്കറ്റ് വരുന്നില്ല. അപ്പം എനിക്കറിയത്തില്ല, എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറവ് മൂലമാണോ, ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും കുറവ് മൂലമാണോ എന്ന് വിചാരിച്ച് ഞാൻ മാർച്ച് 17-ാം തീയതി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മാർച്ച് 19-ാം തീയതി ആയപ്പോൾ എനിക്ക് ടിക്കറ്റ് വരികയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മ മാതാവ് എനിക്ക് ടിക്കറ്റ് എടുത്തു. ഈ മാർച്ച് 29-ാം തീയതി ഞാൻ ഗൾഫിലോട്ട് പോവുകയാണ്. യുദ്ധം കാരണം ഞാൻ ഓർത്ത് എനിക്ക് ടിക്കറ്റ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അമ്മ മാതാവ് എല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ തരികയും ചെയ്തു. പിന്നെ എൻ്റെ രണ്ടാം സാക്ഷ്യമായി, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ സമയത്ത് റോഡിൽ ഒരു പാമ്പ് കിടക്കുന്നുണ്ട്. അപ്പം പാമ്പ് പോയിട്ട് ഞാൻ പോകാമെന്ന് വെച്ച് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടപ്പം ആ പാമ്പ് കുറച്ച് അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാറ് വന്ന് പാമ്പ് അപ്പോഴത്തേക്ക് തിരിഞ്ഞു വന്നു. അപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന്. ഞാൻ നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് പാമ്പ് അങ്ങ് മീൻസ് അത് പേടിച്ചങ്ങ് ചാടി വന്നു. അതെൻ്റെ കാലിൻ്റെ ആ ഒരു ഭാഗത്താണ് നിന്നത്. അതിന് വേണേൽ എന്നെ കൊത്താൻ എല്ലാം ചെയ്യാം. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് ആ സമയത്ത് എൻ്റെ കൈയൊന്നും ചലിക്കുന്നില്ലായിരുന്നു. എൻ്റെ അമ്മ മാതാവ് എന്നെ കൈ പിടിച്ച് വണ്ടി ഓടിപ്പിച്ചു. അല്ലെങ്കിൽ അത് ആ സമയത്ത് എന്നെ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതും ഞാൻ എപ്പോഴും കാശ് രൂപം പോക്കറ്റിലിട്ടാണ് നടക്കുന്നതും പിന്നെ പോകുമ്പോൾ എപ്പോഴും തൈലം പൂശിയാണ് പോകുന്നതും. അതിൻ്റെ അനുഗ്രഹം മൂലം മാത്രമാണ് ഞാൻ രക്ഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്പീഡിൽ ഒരു ബസ് വന്ന് എന്നെ ഇടിക്കാൻ വന്നു. എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകില്ല. കാരണം അത്രയ്ക്ക് വേഗത്തിലാണ് ബസ് വന്നത്. എനിക്ക് സ്പേസ് ഇല്ലായിരുന്നു വണ്ടി മാറ്റാൻ. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അമ്മ മാതാവ്, സഞ്ചാരി മാതാവ് എന്നെ വന്ന് രക്ഷിച്ചു. അവിടെ എനിക്കായിട്ടൊരു സ്പേസ് അമ്മ മാതാവ് എന്നെ സേഫായിട്ട് അവിടെ എത്തിച്ചു. ഇതിൽ ഞാൻ എൻ്റെ ഈശോപ്പച്ചനോടും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും 3 കെട്ട് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡിലും വിതരണം ചെയ്യും. അത് ഉടമ്പടി തൈലം തേച്ച് ഞങ്ങളുടെ സാക്ഷ്യം എഴുതി വചനവും എഴുതിയാണ് പേപ്പറ് കൊടുക്കുന്നത്. പരിചയമില്ലാത്തവർക്ക് തന്നെയാണ് പേപ്പറ് കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. ആരെങ്കിലും സഹായത്തിനായിട്ട് കൈനീട്ടിയാൽ അവരെ ഒന്നും ഉപേക്ഷിക്കാതെ സഹായം ചെയ്യും. ആത്മീയ ജീവിതമായിട്ട് എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡ് കൂടും. പിന്നെ 3 സാക്ഷ്യമെങ്കിലും ഒരു ദിവസം കേൾക്കും. സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും എല്ലാവർക്കും സെൻഡ് ചെയ്യും. ചൊവ്വാഴ്ചയുള്ള ഉടമ്പടി ധ്യാനവും കൂടാറുണ്ട്, അതും സെൻഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പ്രവർത്തനങ്ങൾ. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി മുന്നോട്ടും മരണം വരെയും ഈ ഉടമ്പടിയിലൂടെ അമ്മയുടെയും മാതാവിൻ്റെയും സാക്ഷിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ പ്രവർത്തിക്കുന്ന ഇവിടെ കൃപാസനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ജോസഫച്ചനും ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയം ആയിരിക്കും. സങ്കീർത്തനം 91:4 നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് നാം ഈ ആലയത്തിൽ വരുമ്പോൾ അനുഭവിക്കുന്നത്. മരിയൻ ഉടമ്പടിയിൽ, കൃപാസനം ആത്മീയതയിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ തൂവലുകൾ പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ സുരക്ഷയും അനുഭവിക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ നമുക്ക് അഭയം ലഭിക്കുകയാണ്. ഉടമ്പടി ഒരു അഭയം കണ്ടെത്തലാണ്. ദൈവത്തോടുള്ള ഉറച്ച സ്നേഹത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നിലനിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ അഭയം ലഭിക്കുന്നു. ഉടമ്പടിയിൽ പാലിക്കുന്നത് ദൈവവചനത്തിൽ ജീവിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവം തന്നെ നമ്മുടെ പരിചയം കോട്ടയുമാകുന്നു. ദൈവം പരിചയം കോട്ടയുമായ ഒരു സഹോദരിയുടെ സാക്ഷ്യമാണ്, മക്കളുടെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ബിന്ദുവും മേഘായും നമ്മളോട് ഷെയർ ചെയ്തത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടുന്ന് എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരും.
അവിടുന്ന് നമ്മുടെ ഉദ്യമങ്ങൾ സഫലമാക്കി തരുമെന്നാണ് സങ്കീർത്തനം 20:4 പറയുന്നത്. അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ലൂക്കായുടെ സുവിശേഷം 1:37 പറയുന്ന ഇതാണ്. നമ്മുടെ കാര്യത്തിലും ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. അസാധ്യമായ കാര്യങ്ങൾ ചെയ്തു തരുന്ന, സാധ്യമാക്കി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും ആ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.